ഹായ്, സേഫ് ആൻഡ് വെൽത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പഞ്ചായത്തിൻ്റെ ഉപകരണ വിതരണം ഉണ്ടായിരുന്നു. അപ്പോൾ സേഫാന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒന്ന് രണ്ട് ഷോർട്സിലൂടെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും എല്ലാ സാധനങ്ങളും കൂടി ഒന്ന് കാണിച്ചുകൊണ്ട് ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വന്നത്. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. സി പി മാറ്റാണിത്. ഒരു അത്യാവശ്യം ഒരു വലിപ്പമുള്ള മാറ്റ് തന്നെയാണ്. ഇപ്പോൾ മക്കളെ കിടത്തി കുറച്ച് സമയം കിടത്താൻ വേണ്ടിയിട്ട് അവർക്ക് ഒന്ന് നിരങ്ങി പോകാനും ഒക്കെ ഉള്ളൊരു പരിമിതിയുള്ള ഒരു സംഭവമാണിത്. സി പി മാറ്റ്. ഇതാണ് ആദ്യത്തെ സാധനം. ഇത് അതിനോട് കൂടെ കിട്ടിയ സി പി ബെഡിനോട് കൂടെ കിട്ടിയ തലേണയാണ്. ഇത് വെച്ചിട്ട് കമഴ്ത്തി കിടത്താൻ വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കുന്ന ഒരു തലേണയാണിത്. അപ്പോൾ ഈ ഒരു ഇത് വെച്ചുകൊണ്ട് അതുപോലെ ഇരിക്കുമ്പോഴായാലും ഫ്രണ്ടിലോട്ട് ആഞ്ഞു വരാതെ ഇങ്ങനെ മടിയിൽ വെച്ചിട്ട് കൈ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ആക്കി ഇങ്ങനെ ഇരുത്താനൊക്കെ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഉപയോഗമുള്ള ഒരു സാധനമാണിത്. ഇതാണ് അടുത്തത്. ഇത് കാല് ഫുള്ളായിട്ട് നിവർന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പ്ലിൻറ്റ് പോലെ വരുന്ന സാധനമാണ്. ഇതിൻ്റെ പേര് HK4 എന്നാണ്. നമുക്ക് ഇടുപ്പിൻ്റെ താഴെ മുതൽ ഫുള്ള് കവർ ചെയ്ത് വരുന്നതാണ്. കാലിൽ ഇടുമ്പോൾ കവർ ചെയ്ത് വരും, ഫുള്ളുണ്ട്. അതുപോലെ തന്നെ അതിൽ പുറത്ത് ഒരു ഷൂസും കൂടിയുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഇട്ടിട്ട് നമുക്ക് നിർത്താൻ വേണ്ടിയിട്ടൊക്കെയാണ് ഉള്ള തരത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിൽ മുട്ട് മടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഇതുകൂടി വെച്ചിട്ടുണ്ട്. ഈ ബെൽറ്റ് ഇട്ട് മുറുക്കി വയ്ക്കുമ്പോൾ മുട്ട് ഫ്രണ്ടിലോട്ട് മടങ്ങി പോവാതെ ഇങ്ങനെ നിവർന്നിരിക്കാൻ അത് സഹായിക്കും. അപ്പോൾ ഫുള്ള് കർവ്ഡായിട്ടാണ് ഇതിനകം വരുന്നത്. അപ്പോൾ കാലിൻ്റെ പാദവും എല്ലാം കറക്റ്റ് പൊസിഷനിൽ വരും. സ്റ്റാൻഡിങ് ഫ്രെയിമിൽ നിർത്താൻ വേണ്ടിയിട്ട് ഉള്ള സഹായിക്കുന്ന ഒരു സംഭവമാണിത്. അതുപോലെ തന്നെ അല്ലാതെ ആയാലും നമുക്ക് നിർത്താം. അതുപോലെ നടത്തിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഉപകാരപ്പെടും. ഷൂസും കൂടിയുണ്ട്. ഈ ഷൂസും കൂടി അതിൽ അറ്റാച്ച്ഡ് ആണ്. അത് അങ്ങനെ തന്നെ ഉപയോഗിക്കുകയും വേണം. അല്ലാതെ അത് മാത്രമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെ രണ്ട് കാലിലത്തേക്ക് വേണ്ടിയിട്ടും ഉണ്ട്. അതിൽ പിന്നെ വേറൊരു കാര്യം കൂടി വരുന്നത് ഇങ്ങനെ മടക്കാൻ പറ്റും. അപ്പോൾ ഇതിട്ടിട്ട് മക്കളെ നമുക്ക് CP ചെയറിൽ ഇരുത്തുമ്പോൾ ഇങ്ങനെ മടക്കി കാലിൻ്റെ മുട്ടിൻ്റെ ഭാഗം മുതൽ മടക്കി ഇരുത്താൻ പറ്റും. അപ്പോൾ ഈ സംഭവം ഉപയോഗിക്കാൻ പാടില്ല. ഇത് മുട്ട് നിവർന്നിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണിത്. അപ്പോൾ അതുകൊണ്ട് അത് ഉപയോഗിക്കാതെ ഇതിനെ മാറ്റി വെച്ചും കൊണ്ട് ഇവിടെ ഒരു ബോൾട്ട് ഉണ്ട്. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്താണ് ഇങ്ങനെ ആകുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് നിൽക്കാൻ പറ്റും. അവിടുന്ന് ഇരുത്തണം എന്നാകുമ്പോൾ ഈ ബോൾട്ട് നീക്കിക്കൊണ്ട് ഇങ്ങനെ ചരിച്ച് വയ്ക്കുമ്പോഴേക്കും കറക്റ്റ് തുടയുടെ ഭാഗം ഫുള്ളും ഇങ്ങനെ മടങ്ങി വരും. മുട്ടിൻ്റെ അവിടെ മുതൽ ഫുൾ ഇങ്ങനെ മടങ്ങി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണിത്. HK4 എന്നാണ് ഇതിൻ്റെ പേര്. പിന്നെ ഉള്ളത് പഠനോപകരണങ്ങൾ അടങ്ങിയ ഒരു കിറ്റാണ്. അപ്പോൾ അതിനകത്തുള്ള ഒരു ആദ്യത്തെ സാധനമാണിത്. നമ്മുടെ സൈലോഫോണാണ്. സൈലോഫോണും അതിൻ്റെ സംഭവങ്ങളുമാണ് ഒരെണ്ണം. പിന്നെ ഉള്ളത് ABCD പരിചയപ്പെടുത്തുന്ന ഒരു കിറ്റാണ്. പിന്നീടുള്ളത് അതിൻ്റെ എഴുത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു പെൻസിലും കൂടി അതിൻ്റെ കൂട്ടത്തുണ്ട്. അത് എഴുതി പഠിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് അതിൻ്റെ എഴുത്ത് വരുന്നതെന്ന് കാണിച്ചു തരുന്ന ഒരു ബോർഡാണ്. അതുപോലെ തന്നെയാണ് 1 2 3യുടെ ഒരു ബോർഡ് കൂടിയുണ്ട്. കുറച്ച് രൂപങ്ങളും എല്ലാം അതേ ഉപയോഗം തന്നെയാണ്. പെൻസിൽ കൂടി വരുന്നുണ്ട്. പെൻസിൽ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് കൂടി എഴുതാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ 1 2 3യുടെ ഒരു പരിചയപ്പെടുത്തുന്ന ഒരു ഇതുണ്ട്. ഇത് ഓരോ രൂപങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് കട്ടയാണ്. കട്ട അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചും കൊണ്ട് നമുക്ക് പല പല രൂപങ്ങളിലോട്ട് ഇത് മാറ്റാൻ പറ്റും. ഇതുപോലെ അതിന് വേണ്ടിയിട്ടുള്ളൊരു പസിലാണിത്. പിന്നെ ഉള്ളത് ഇതാണ്. ഇതൊരു സംഭവമാണ്. ഇതിനകത്ത് കുറച്ച് ബീഡ്സ് ഉണ്ട്, മുത്തുണ്ട്. അപ്പോൾ ഇതിനെ
ഒന്ന് അറേഞ്ച് ചെയ്ത് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ്. പിന്നെ ഉള്ളത് കോളം സെറ്റ് ചെയ്യുന്ന ഒരു പാക്കറ്റാണ്.